പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്, ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് ആണ്. പോർട്ടിവോ എന്നാണ് ഈ മോഡലിന്റെ പേര്. ജസ്റ്റ് കോർസിക എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് വാച്ചാണ് ഇത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഏകദേശം ഒരു 10 ദിവസത്തോളം ആയെന്ന് തോന്നുന്നു ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് നമുക്ക് കാണാം. പിന്നെ ഞാൻ ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ വീഡിയോ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ലഭിക്കുന്നത്. ഈ ബോക്സിന് മുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 6499 രൂപയാണ്. പക്ഷേ അത്രയും പ്രൈസ് ഇല്ല ഇതിന്, 5000 രൂപയിൽ താഴെ ഉള്ളൂ. മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 2021 മാനുഫാക്ചർ ചെയ്തത് 1 ഇയർ വാറണ്ടിയും ഈ ഒരു ഡിവൈസിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വാച്ചിന്റെ മോഡൽ നമ്പർ DW98 എന്നാണ്. അതേപോലെ തന്നെ കമ്പാറ്റബിൾ വിത്ത് ആൻഡ്രോയിഡ് 5.1 ആൻഡ് iOS 8 ഓർ എബോവ്. അതിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പാക്കേജിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഇങ്ങനൊരു ബോക്സിലാണ് ഈ സംഭവം നമുക്ക് കിട്ടുന്നത്. ഇതിനുള്ളിലൊരു ചെറിയ ബോക്സ് ഉണ്ട്. ഈ ബോക്സിനുള്ളിൽ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ മാനുവലാണ്. നമുക്ക് ഈ വാച്ച് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഏത് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു യൂസർ മാനുവലിലുണ്ട്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് സെറ്റപ്പ് ചെയ്ത് ഈ വാച്ച് എടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുമാതിരി ക്വാളിറ്റി ഉള്ള ഒരു കേബിളാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ വാച്ച് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3-4 അക്സസറീസ് മാത്രമേ ബോക്സിനുള്ളിലുള്ളൂ. നമുക്ക് ഈ ബോക്സും കാര്യങ്ങളൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ വാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവും പിന്നെ ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഞാനിത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പവർ ബട്ടൺ മാത്രമേ ഇതിന് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോർമൽ ആയിട്ടുള്ള വാച്ചിൽ വരുന്ന രീതിയിലുള്ളൊരു സ്ട്രാപ്പാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് ഡിഫറൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ ബ്രാൻഡിങ് അതേപോലെ തന്നെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ HR സെൻസർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാച്ചിന്റെ ബാക്ക് സൈഡിലെ ലുക്ക്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. നമുക്ക് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതുണ്ടെന്ന് പോലും അറിയത്തില്ല, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് ബിൽഡാണ്, എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. ഇതിന് മുകളിൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ മുകളിൽ 1.69 ഇഞ്ചിൻ്റെ ഫുൾ ടച്ച് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുക. ഓൺ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു ബട്ടണിൽ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവുന്നതാണ്. ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇതിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള തീമുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇതിൻ്റെ ഹോം പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള തീമുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഏകദേശം 5ഓളം തീമുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെക്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ടോർച്ച് ഉണ്ട്. അതായത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ മൊത്തത്തിൽ നമുക്കൊരു ബ്രൈറ്റ്നസ് ലഭിക്കുന്നതാണ്. അത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഈ രീതിയിൽ സാധിക്കും. അതത്ര യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ബ്രൈറ്റ്നസ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഡിസ്പ്ലേ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്പ്ലേ നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിന് ശേഷം അൺലോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് പവർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അൺലോക്ക് ആകുകയും ചെയ്യും. ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില സെറ്റിംഗ്സ് കൂടെ നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് ഈ രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കൂടെ ലഭിക്കും. മെസ്സേജസ്, സ്ലീപ്പ്, സ്പോർട്സ്, ഹെൽത്ത്, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കും. ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വാച്ച് കെട്ടിക്കൊണ്ട് എത്ര ദൂരം നടന്നു, എത്ര കലോറി ബേണായി, എത്ര കിലോമീറ്റർ പോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ മൊബൈലുമായിട്ട് ഈ വാച്ച് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലൂടെയും നോക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് JU Pro എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെയും നമ്മുടെ ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഈ വാച്ചിലൂടെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ വന്ന് ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് കണക്ട് ചെയ്യണം. ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴെയായിട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ വാച്ച് ഈ ഒരു ഫോണിനടുത്തുണ്ടായിരിക്കണം. ഞാനിവിടെ സ്കാൻ ഫോർ ഡിവൈസ് എന്നുള്ളത്
എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാച്ച് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വാച്ചിലൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷനുള്ളിൽ നിന്ന് ഈ വാച്ചിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് ഇവിടെ വന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത ഇവിടെ എക്സസൈസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഈ ആപ്ലിക്കേഷനിലുണ്ട്. അതായത് നമ്മുടെ എക്സസൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര ദൂരം നടന്നു, ഓടി, ചാടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ മോണിറ്റർ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഡിവൈസ് സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഡയൽ മാർക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡയൽ മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഡയലുകൾ നമുക്ക് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷനിൽ ഞാൻ ഈ ഡയൽ തീം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ സെയിം ഡയൽ തീം ഇവിടെ നമ്മുടെ ഫോണിലും മാറി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഹോം സെക്ഷനിൽ നമുക്ക് വാച്ചിലെ ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി തിരിച്ച് വീണ്ടും നമുക്ക് വാച്ചിലേക്ക് വരാം. ഈ വാച്ചിന്റെ ഹോം സ്ക്രീനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഈ രീതിയിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. HR മോണിറ്ററിംഗ്, SPO2 മോണിറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. മ്യൂസിക് കേൾക്കാനായിട്ട് സാധിക്കും, വെതർ ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷനുള്ളിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ്. നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വാച്ചിന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ മോണിറ്ററിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ്സ് എടുക്കും ഇത് റീഡ് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം എത്രയാണ് ഹാർട്ട് റേറ്റ് വരുന്നതെന്ന്. ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ആയിട്ടുണ്ട്. 85 ബീറ്റ്സ് പെർ മിനിറ്റ് ഇവിടെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സെറ്റിംഗ്സും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മ്യൂസിക് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവുകയൊക്കെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വാച്ച് അൺബോക്സ് ചെയ്ത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കി. ഇനി ഞാൻ ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിൽ മറ്റൊരു വാച്ച് ഉണ്ട്, ഈ കാണുന്ന വാച്ച്. ഇതും ഒരു സ്മാർട്ട് വാച്ചാണ്, ബ്ലാക്ക് കളറിലുള്ള. ഇതിൻ്റെ കമ്പനിയുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വാച്ചും ഇതുമായിട്ട് എനിക്ക് തോന്നിയ മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് വളരെ കുറവാണ്. ഈ വാച്ചിന് ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ സിമ്പിളാണ്. നമ്മൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ വാച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു വാച്ച്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല, കാരണം ഇതിന് കുറച്ചധികം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാച്ചും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഫീൽ ചെയ്യും നമുക്ക് ഇതിന് വെയിറ്റ് കൂടുതലാണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാച്ച് ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. പക്ഷേങ്കിൽ ഇതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. 1.69 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. നല്ല ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലാഗ് വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പ്രോപ്പറായിട്ട് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാനും ഇതിൻ്റെ സെറ്റിംഗ്സിൽ നിന്ന് സാധിക്കുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ സാധിക്കും. ഇപ്പോൾ ലൈറ്റ് ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് ഇതിലിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് തന്നെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് IP67 വാട്ടർ പ്രൂഫ് ആണ്. അപ്പം ചെറിയ സ്പ്ലാഷ് ഒക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് വെള്ളമൊക്കെ ഇതിൽ വീണ് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇത് വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഈ വാച്ചിൽ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഒരു പരിധിവരെ ഈ വാച്ച് വാട്ടർ പ്രൂഫ് ആയിരിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററി ലൈഫാണ്. ഞാൻ ഏകദേശം 10 ദിവസമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ 10 ദിവസം ആയപ്പം എനിക്ക് ഏകദേശം എനിക്കൊരു 50% താഴെ 50%ഓളം ബാറ്ററി തീർന്നിട്ടുണ്ട്. കമ്പനി ആവശ്യപ്പെടുന്നത് 30 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഡിവൈസിൽ കിട്ടുമെന്നാണ്. പക്ഷേങ്കിൽ ഡിസ്പ്ലേ നമ്മൾ ഓഫാക്കിയൊക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫുൾ ടൈം ഡിസ്പ്ലേ ഓണാക്കി വെക്കാതെ വലിയ പണിയൊന്നും പണിയാതെ നമ്മുടെ ആവശ്യത്തിനുള്ള ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്തപ്പം വലുതായിട്ട് ബാറ്ററി കുറയുന്ന ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ഷോർട്ട് ടൈമിൽ യൂസ് ചെയ്തപ്പം ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. സാമാന്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രാപ്പ് ആയാലും അതേപോലെ തന്നെ ഇതിൻ്റെ ഡയൽ ആയാലും ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഈ വാച്ച് താഴെ വീണു, പക്ഷേ കുഴപ്പമൊന്നും പറ്റിയില്ല. നിങ്ങൾ ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് പരിഗണിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാം. എല്ലാവരും സ്മാർട്ട് വാച്ച് വാങ്ങുന്നത് എന്തിനാണ്? ഫിറ്റ്നസ് ട്രാക്കിങ്ങിന് വേണ്ടിയാണ്. ഓടുന്നതും ചാടുന്നതും ഒക്കെ ട്രാക്ക് ചെയ്യാനും പിന്നെ കലോറീസ് എത്ര ബേൺ ചെയ്യുന്നു, എത്ര നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു ടാർഗറ്റ് ഇപ്പോൾ 4000 സ്റ്റെപ്സ് അല്ലെങ്കിൽ 5000 സ്റ്റെപ്സ് 10000 സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ടാർഗറ്റ്
ടാർഗറ്റ് അച്ചീവ് ചെയ്യാനെങ്കിലും ഓരോ ദിവസം നമ്മൾ ഇറങ്ങി നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാച്ചിലല്ല, ഇതിന് മുമ്പ് ഞാൻ ഈ വാച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നടക്കുമായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നടപ്പൊന്നുമില്ല. കൊറോണയൊക്കെ വന്ന് ആകെപ്പാടെ ബുദ്ധിമുട്ടിലായി പോയതുകൊണ്ട് നടപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഫിറ്റ്നസ് ബാൻഡ് ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ആക്ടിവിറ്റീസ്, നമ്മുടെ ഫോണിൽ വരുന്ന കോൾസ് നമുക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് മെസ്സേജുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാച്ചിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് വാച്ചുകളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അൺബോക്സിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും കാണുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണം. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.